വെൽക്കം ബാക്ക് ടു പൊന്നുരുളി. ഈ ചേമ്പലയും താളിനെയും നല്ലൊരു ചേമ്പിൻ താള് തോരനാക്കിയാലോ? സാധാരണ നമ്മൾ കിഴങ്ങിന് വേണ്ടി, അതായത് ഇതിൻ്റെ ചേമ്പിന് വേണ്ടി ചെടി വളർത്തി അതിൻ്റെ ഇലയും താളും തോരൻ വെക്കാൻ എടുക്കാറാണ് പതിവ്. അത്തരം താളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കൊത്തി അരിഞ്ഞ ശേഷം നമ്മൾ ഉപ്പിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാറുണ്ട്. പക്ഷേ ഇവിടെ ഞാൻ ഉപയോഗിക്കുന്ന താള് കിഴങ്ങിന് വേണ്ടി വളർത്തുന്ന തരം ചേമ്പിൻ്റെ അല്ല, ഇതിൻ്റെ ഇലയും താളും മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ഇത് കൊത്തി അരിഞ്ഞ ശേഷം ഡയറക്റ്റായി കൂട്ടാനിലേക്ക് ഉപയോഗിക്കാം. ഇനി തോരൻ്റെ അരപ്പ് തയ്യാറാക്കാം. അതിനായി ഒരു പിടി തേങ്ങ, ഒരൽപ്പം ജീരകം, 2 അല്ലി വെളുത്തുള്ളി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു തണ്ട് കറിവേപ്പില, പിന്നെ എരിവ് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് കാന്താരി മുളക് എന്നിവ മിക്സിയിൽ തോരൻ്റെ പാകത്തിന് ചതച്ചെടുക്കുക. ഇലയും അരിഞ്ഞു വെച്ച് അരപ്പും തയ്യാറാക്കി കഴിഞ്ഞ് ഇനി പാകം ചെയ്താൽ മാത്രം മതി. ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ഒരൽപ്പം വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് അരിയും കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ടൊന്ന് പൊട്ടിച്ച് അതിലേക്ക് അരപ്പും ചേർത്ത് ഒരൽപ്പം ഉപ്പും ഇട്ട് ഇളക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന താളും കൂടി ചേർത്ത് ഇതെല്ലാം നന്നായി ഒന്ന് ഇളക്കി തടുത്തുകൂട്ടി അടച്ചു വെച്ച് പാചകം ചെയ്യുക. കുറച്ചു സമയം കഴിഞ്ഞ് അടപ്പ് തുറന്ന് എല്ലാം നന്നായി ഒന്ന് ഇളക്കി തോരനൊന്ന് നിരത്തിയിട്ട് തുറന്നു വെച്ച് പാചകം ചെയ്യുക. നല്ല രുചിയുള്ള താള് തോരൻ റെഡി. ശീമച്ചേമ്പിൻ്റെയോ മറ്റോ താളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കൊത്തി അരിഞ്ഞ ശേഷം ഒന്ന് ഉപ്പിട്ട് പിഴിഞ്ഞെടുക്കുന്നത് നന്നായിരിക്കും. ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ ബൈ.